എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്തൊരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേനും നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശല്യിക്കാതെ ഇരുന്നാൽ പോലെ, അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും. ചേട്ടാ ഫോണൊക്കെ എന്താ കുഴപ്പം? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അല്ല, ഈ ഒരു കാര്യത്തിൽ ഷഫീന ബീബിയുടെ കൂടെ നമ്മൾ നിന്നേ പറ്റത്തുള്ളൂ. കാരണം ഇത് അത്രയ്ക്ക് വലിയൊരു കേസ് കേട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കൊണ്ട് കേസ് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഇവിടുത്തെ ഗവൺമെന്റിനെയും കൂടെ പങ്കുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ട്. കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ്. ഓക്കെ, ഇതൊരു ഇൻട്രോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നമ്മുടെ രേണു സുധിയുടെ ഇന്നലത്തെ കുറച്ച് വീഡിയോസുകൾ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. പുതിയ ആൽബത്തിന്റെ ഷൂട്ടാണ്. അപ്പൊ പിന്നെ അറിയാലോ, ചാനലുകൾ എല്ലാവരും പുറമെ കാണുമെന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറഞ്ഞ കിച്ച് വിളിച്ചായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇതപ്പനെ വിളിച്ചോ, അതുമില്ല എന്നുള്ള രീതിയിലാണ് ഇവരായിട്ട് അങ്ങോട്ട് പോത്തില്ലെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ കൂടുതലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ് സ്വർണ്ണക്കടത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്വർണ്ണക്കടത്തിൽ ഇവരുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ആരാണ് ലാസ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന രേണു സുധി ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം കൂടാണ്. ഈ അടുത്ത സമയത്ത് വോട്ട് കുത്താൻ പോയപ്പോൾ നമ്മുടെ സഹാബ് പിണറായിയെ കുറിച്ച് വാഴ്ത്തിപ്പാടിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി. അപ്പൊ അങ്ങനെ ആകുമ്പം ഇവിടുത്തെ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ഇതായിരിക്കും. നാളെ ഒരു വിഷയമായി കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര് ഉൾപ്പെടെ ചേർന്ന് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് സത്യത്തിൽ പൊതുവെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ ഇന്ന പാർട്ടിക്കാരനാണ്, ഇന്ന പാർട്ടിക്കാരനാണ്. അപ്പം ഇങ്ങനെ ഒരു വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം എല്ലാവരും ഇതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നുണ്ട്. രേണുവിന്റെ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും ഒക്കെ വന്ന സമയത്താണെങ്കിൽ പുള്ളി രേണുവിനെതിരെ കൊണ്ട് കേസ് കൊടുത്ത ആൾക്കാരുണ്ട്. രേണുവിനെതിരെ കേസും കാര്യങ്ങളൊക്കെ നിയമമായിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. 1-2 യൂട്യൂബേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് പോകുന്നില്ല? ഇതും പോകണം. ഇത് പോയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങ് പോവാം. പോയി കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ്. ഞാൻ ഇന്നലെ ഒരു വക്കീലുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെയാടാ ഇനി നമ്മുടെ അതും കൊച്ചി എയർപോർട്ടും ട്രിവാൻഡ്രം എയർപോർട്ടാണെങ്കിൽ തന്നെ ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ നല്ല ഇതും സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം അതുപോലെ സെർച്ച് ചെയ്തിട്ട് വിടുന്ന ടീംസുകളാണ് അവരെ മറികടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിങ്ങൾ കേസോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാണ്, ഹരിപ്പാടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്, ഇതാണ് വക്കീലാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയാൻ, ഡാനി ഇത് പോസിബിൾ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കേസ് കൊടുക്കാൻ നമുക്ക് വല്ലതും പറ്റുമോ? ഇങ്ങനെ കേസ് കൊടുക്കാനും പറ്റും, ഇന്ന പോലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അന്വേഷണം വേണമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റും എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇത് കൊണ്ടുവന്ന ആൾക്കാർ ഇതിൻ്റെ എന്താ പറയണ്ടത്, ഇപ്പോൾ ഒരു വോയിസാണ് പുറത്തു വന്നത്, ദുബായിലുള്ളൊരു സ്ത്രീയുടെ വോയിസാണ്. അപ്പം ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഷഫീന ബീബിയുടെ ചാനലാണ് ഈ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പം അവരിത് ആയിട്ട് പോലീസ് തന്നെ ഇത് ഏൽപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അവർക്ക് ഞാൻ എന്തായാലും 2 ദിവസം കൂടെ നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ സംസാരിക്കാൻ പോകത്തൊന്നുമില്ല. ഞാൻ തന്നെ ഇത് കൊണ്ടുപോയിട്ട് നമുക്കിവിടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പോലീസുമായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു രീതി വേണമെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവർക്കെതിരെ ഇന്ന പോലെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും വോയിസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമായിരിക്കും. അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലീസ് എൻ്റെ ഡീറ്റെയിൽ ചോദിക്കും. ആരാണോ വോയിസ് ഇട്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ നമ്പർ കൊടുക്കാനും പറയും. അപ്പോൾ ആ വ്യക്തിയായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള കുറച്ച് ഡീറ്റെയിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ തള്ളക്കിട്ടുള്ള പണിയാവും, ഈ പറയുന്ന രേണുവിനിട്ടുള്ള പണിയാവും. പറഞ്ഞു മനസ്സിലായോ? ഇതിപ്പം എന്തായാലും സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്നാമത് തന്നെ പാർട്ടിക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുക ഈ ഭരണത്തിനെ കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് ഇപ്പം എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചൂട് കുറവാണെങ്കിലും പറയാം. അതിന് മുമ്പായിരുന്നെങ്കിൽ പണി പാലും വളർത്തി കിട്ടിയാൽ സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് പോവുക. ഞാൻ എന്തായാലും 2 ദിവസം നോക്കും. അവരാരെങ്കിലും ഇത് കൊണ്ടുകൊടുത്ത് ഇല്ലെങ്കിൽ ഞാനായിട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറ. ഇത് കേസ് കൊടുക്കണോ കാര്യമോ? കാരണം ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നു, ഞാൻ ആ വോയിസ് ഒക്കെ കേട്ടപ്പോൾ ഏതാണ്ട് അതിനകത്തൊക്കെ കേട്ടിട്ട് ഏതാണ്ട് ഇതിലോട്ടൊക്കെ കയറ്റി വിടുന്നതൊക്കെയാണ് വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ഓക്കെ, ഇത് ദുബായിലുള്ള ഒരു ചേച്ചി എങ്ങാണ്ടാണ് ഈ വോയിസ് ഇട്ടത്. അവരും എന്താ പറയണ്ടേ, മക്കളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി ഇതൊക്കെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ മറ്റുള്ള ആൾക്കാരോടൊക്കെ കിടന്നു കൊടുത്തിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണല്ലോ ഇപ്പം മക്കൾ ആ നിലയിലെത്തിയത്. ഓക്കെ, ഇപ്പം അവർക്കൊക്കെ പ്രായമൊക്കെ ചെന്നപ്പോൾ ഫീൽഡ് ഔട്ട് ആയി കാണുമായിരിക്കും. ഇപ്പോഴാണ് രേണു സുധിയുടെ വരവ്. അപ്പോൾ രേണു സുധിയുടെ ഈ വരവിൽ തന്നെ ഇതുപോലുള്ള സ്വർണ്ണക്കടത്ത്, മറ്റേ കടത്ത്, പിന്നെ പെണ്ണുങ്ങളുടെ കുറേ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മുടെയൊക്കെ എയർപോർട്ടിലൊക്കെ ഇതിനേക്കാളും വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിലെ കൂടെ ഇവിടെ കയറ്റി വിടുവാണെങ്കിൽ ഇവിടെ ആരാ മോള്, ഇവിടെ വെറുതെ വിടണോ നമുക്ക്? അപ്പോൾ ഞാനിത് 2 ദിവസം നോക്കാം. നോക്കി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ള രീതിയിൽ രേണുവിനെതിരെ ഇത് ഞാൻ തന്നെ അങ്ങ് പോയിക്കോളാം. നമുക്കിവിടെ പോലീസ് സ്റ്റേഷനിൽ എനിക്കുള്ള കാര്യത്തിനൊക്കെ എന്താ പറയുക, 1-2 കേസ് കിട്ടിയിട്ട് മാത്രമേ ഞാൻ ഡീറ്റെയിൽ ഇറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മീൻസ് ഞങ്ങളുടെ ഏരിയയിലാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ സാറന്മാരോടൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്ക് അത്യാവശ്യം ഹോൾഡുണ്ട്.
ഈ ഒരു കാര്യത്തിൽ ചെറിയ ഹോൾഡൊക്കെ ഉണ്ട്, നമുക്ക് പോലീസും രാഷ്ട്രീയം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലോട്ടാണ് നമുക്ക് ചെയ്യാം. ഇത് ചുമ്മാ അത് പാതിക്കിട്ട് ചുമ്മാ കൊണ്ടു കൊടുത്തുള്ള കംപ്ലൈൻറ്റ് ആയിരിക്കത്തില്ല. കാരണം എൻ്റെ യൂട്യൂബ് സർക്കിളിലുള്ള ഫ്രണ്ട്സിനൊക്കെ നല്ല രീതിയിൽ അറിയാം പാർട്ടിയിലെ കാര്യങ്ങളും A to Z കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഷഫീന ബീവിയുടെ നമ്പർ കൊടുക്കും, അവർ ചിലപ്പം കോൺടാക്ട് ചെയ്യുമായിരിക്കും. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അങ്ങനെ പറഞ്ഞേക്കാം, കോൺടാക്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ എടുക്കണം, ഫോൺ എടുത്ത് സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മറ്റേ അവരുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഡീറ്റെയിൽ ഇപ്പോൾ എന്തായാലും പോലീസിനോട് നിങ്ങൾക്ക് എന്തായാലും തുറന്ന് പറയാം. ഇപ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിനോട് ആ സ്ത്രീയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പോലീസുമായിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി, ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പം അവരതിനുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യും. എന്തായാലും ഇപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്, ഈ മൊത്തം വീഡിയോകൾ കാണുന്നത്. ഇപ്പോൾ അടുത്ത പോക്കിന് ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണങ്ങളോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാനും ചാൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസ് 2 ദിവസം നോക്കാം. ഞാൻ കേസ് കൊടുക്കുന്നതാണെന്നല്ല, ഷഫീന ബീവി ആകുമ്പോൾ കുറച്ചും കൂടെ മെച്ചൂറാണ്, കാര്യങ്ങളൊക്കെ പക്കയാണ്. നമ്മൾ പേഴ്സണലി എനിക്ക് അവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെ വരെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓക്കെ ആണെന്നാണ് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ശരി, അവർ തന്നെ കേസ് കൊടുക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ഒരു യൂട്യൂബർ വന്നിട്ട് കേസും കാര്യങ്ങളും ഈ അടുത്ത സമയത്ത് കൊടുത്തായിരുന്നല്ലോ, ഡബിൾ മീനിങ്ങിൻ്റെ ഒക്കെ, ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു വോയിസും തെളിവായിട്ട് ഒരു സ്ത്രീ എല്ലാം ഇട്ട് തരാമെന്ന് പറയുമ്പോൾ അത് കൊണ്ടു കൊടുക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ആയിട്ട് പോവാം, അതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പം രാവിലെ ഞാൻ അതുപോലെ വീഡിയോ കണ്ടിട്ട് ആ സ്ത്രീയെ വിമർശിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വിമർശിച്ച് സംസാരിക്കണം, അതുകൊണ്ട് കേസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിനുള്ള 2 ദിവസം ഞാൻ നോക്കാം. അപ്പോൾ കാരണം അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകും, കാര്യങ്ങൾ എടുക്കാം, ഷഫീനയുടെ നമ്പറും കൊടുത്തേക്കാം. പിന്നെ ഒരു വോയിസ് ഉണ്ട്. പക്ഷേ ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ കേന്ദ്രം ഇത് പാർട്ടി ബേസ് ചെയ്തിട്ടുള്ള വിഷയം. കാരണം കേരളത്തിൽ നിന്ന് പോകുമ്പോൾ അറിയാലോ, ഇത് പാർട്ടിയാണ് ആ സമയത്ത് ഭരിച്ചത്, പോരാത്തിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ആ ലെവലിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ട, പല പ്രശ്നങ്ങളാവും ഇത്. അപ്പം ഈ ഒരു കാര്യം സത്യമാണെങ്കിൽ ഇതൊരു ഏറ്റവും വലിയൊരു കാര്യം. ഈ ഒരു കാര്യം കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഷഫീന ബീവിക്ക് ആയിരിക്കും. കാരണം ഇത്രയും വലിയൊരു കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുമ്പോൾ നിസ്സാര കാര്യമല്ല, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഷഫീന ബീവിക്ക് തന്നെ ആയിരിക്കും. കാരണം അവരിത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കയറി അവിടെ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്നത് മോശമാണ്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പം അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് ഇന്നോ നാളെ കൊണ്ട് ചെയ്ത് എനിക്ക് ഞാൻ ആയിട്ട് തന്നെ കൊണ്ടങ്ങ് ചെയ്തോളാം കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ. കാരണം ഇത് വൈകിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇനി ഒത്തുകാണോ, ഇനി അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, കൊച്ചി പോലൊരു എയർപോർട്ടിൽ ഇങ്ങനെ പറ്റത്തില്ല, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴേ അത് കൊണ്ടുവരിക തന്നെ വേണം. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുകയാണ്. കേസ് കൊടുക്കണ്ടേ ഈ ഒരു കാര്യത്തിലാണ്? ഈ ഒരു കാര്യത്തിൽ കേസ് കൊടുക്കണ്ടേ? ഇത് തെളിയിക്കണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല ഇവിടെ. എത്ര കോടി വരും? എന്റെ ചേച്ചിയുടെ സ്നേഹ സമ്മാനമാണോ? ചേച്ചി ഫേസിനെക്കാളും കാലാണ് സൂക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ. ആരില്ല, സബ്സ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് പോകുന്ന ചേച്ചി, അടിപൊളിയായിരുന്നു. വരുമാനം കൂടെ സെലിബ്രിറ്റി ആവുമോ മാസം? സബ്സ്ക്രിപ്ഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത് സബ്സ്ക്രിപ്ഷനെ കുറിച്ച്. പിന്നെ ഒരു കാര്യങ്ങൾ ഞാൻ വിട്ടുപോയി. പിന്നെ ഈ വോയിസ് കാര്യങ്ങളെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. ആ വോയിസും കാര്യങ്ങളും എല്ലാം നമ്മളത് കറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കും. സഫീനയുടെ വീഡിയോ ആയിരിക്കും നമ്മൾ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇത് ചിലപ്പം നമ്മൾ എതിർത്ത് വല്ലതും സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഷഫീനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ്. കാരണം എനിക്ക് മെയിനായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ. കാരണം ഞാൻ ഒരുപാട് വിമർശിക്കുന്നതാണ്. കാരണം അതുപോലത്തെ ദ്രോഹങ്ങളാണ് അവന്മാർ 10 വർഷം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ കൊച്ചി എയർപോർട്ടിലും ഈ പറയുന്ന തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൽ കൂടെ ഇതുപോലുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് നല്ല പങ്കുകൊണ്ട്. പോരാത്തിന് ഈ പറയുന്ന രേണുസുതി ഒരു ഒച്ച കമ്മ്യൂണിസ്റ്റുകാരും കൂടാ. ഇനി ഇവരെല്ലാം ഒത്തുകൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഷഫീനയുടെ വീഡിയോ കൂടെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്ത് വന്ന വോയിസും ഞാൻ അവരുടെ നമ്പറും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് പോകത്തുള്ളൂ. അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യണം.
ഒക്കെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഷഫീനയുടെ സർക്കിളിലുള്ള ഫ്രണ്ട്സിനൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അവരെയും കൂടെ വിളിക്കാം. അവരെയും കൂടെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരുടെയും കൂടെ നമ്പർ ഞാനങ്ങ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമുക്ക്, കാരണം ഇത് പെട്ടെന്ന് ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി, അല്ലാതെ ഈ നമ്മൾ വൈരാഗ്യം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി കാണിക്കുന്നത് ശരിയല്ല ഈ ഒരു കാര്യത്തിലാണ്. ഓക്കെ, അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. അവര് എന്റെ പേര് പറയുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത്. എല്ലാവരും സപ്പോർട്ടാണ്. മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞങ്ങളെല്ലാം കൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. എന്നാലും ഏത് പ്രായത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ എന്നെക്കാൾ ഇളയ ആൾക്കാരാണ് ഞാൻ സംസാരിക്കാറുണ്ട്. 25-20 വയസ്സൊക്കെ ഉള്ള 20, 21, 25 വയസ്സ് ഒരുപാട് ഗേൾസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ. ഞാൻ പറയാറ് ഒരുപാട്, അത് ഫേക്ക് ഒന്നും അല്ല, ഫേക്ക് ഐ ഡി അല്ല, ഒരുപാട് ഗേൾസ് ഉണ്ട്. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി, ഒത്തിരി ആർട്ടിസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ രേണുവിന് മാത്രം എടുത്തപ്പോൾ പ്രശ്നമാണ് ചേച്ചി. കാരണം അങ്ങനെ വരത്തുള്ളൂ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനെ വരത്തുള്ളൂ. രേണുസുരിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് സെലിബ്രിറ്റികളും അത് സാധാരണക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് പേര് അതിനകത്ത് അവർ കാണിക്കുന്നത് അപരാധമല്ല. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ സുധിച്ചേട്ടനെ കുറിച്ച് വാഴ്ത്തി പാടിയിട്ട് ഇപ്പോഴത്തോടെ എന്താ, ഞാൻ ഒരുത്തിനെയും ഒരു പുരുഷനെയും ഞാൻ ഇത് ചെയ്തില്ല, എൻ്റെ മരിക്കോളം എൻ്റെ ചേട്ടനാണെന്നും പറഞ്ഞ് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു, അപ്പുറത്തോടെ വന്നിട്ട് ചേച്ചി വേറെ പലതും കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ഈ ഒരു വ്യക്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഈ ഒരു വ്യക്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലും. അപ്പം കുറേ എണ്ണം പറയുന്നത് നിനക്കൊന്നും വേറെ പണിയില്ല, നീ എന്നാ കൊണ്ട് ചിലവിന് കൊടുക്കടാ നീ എന്ന് പറയുമല്ലോ. ഞങ്ങൾക്കതൊന്നും അല്ല പണി. ഇവിടെ ഓരോ വിവരക്കേടെ സംസാരം കേട്ടില്ലേ? ചേച്ചി ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഓൾറെഡി യൂട്യൂബിൽ വരുന്നുണ്ട്. ഇടുന്ന വീഡിയോ സ്പോട്ടിൽ തന്നെ വേറെ ആൾ ഞാൻ ലൈവില് പോകുന്നുണ്ട്, അതൊക്കെ പ്രമോഷൻ അല്ലേ? എനിക്ക് സന്തോഷമുള്ളൂ. പ്രമോഷൻ ഇട്ടല്ലേ ഒരു നഷ്ടമില്ല, അവർക്കറിയാം. അതുകൊണ്ടല്ലേ സബ്സ്ക്രിപ്ഷൻ കൂടുന്നത്. അവരോട് ചോദിക്കും. യൂട്യൂബിൽ കാണുന്ന പോലല്ല, യൂട്യൂബ് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത് അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം, പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെന്റെ പ്രമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഇപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയുന്നു എന്റെ വരുമാനം എങ്ങനെയായാലും നിർത്തണമെന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് പേരാണ് ഈ സബ്സ്ക്രിപ്ഷന്റെ വീഡിയോസ് എടുത്ത് പുറത്തുണ്ട്. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് ബ്ലോഗേഴ്സ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകൾ അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയുന്നത്? എന്റെ പ്രമോഷനായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ അവതാരം കൊണ്ടാണ് നീ ജീവിച്ചു പോകുന്നതിന് അർത്ഥം അല്ലേ? അവക്കൊക്കെ നമ്മൾ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? കേട്ടില്ലേ ജനങ്ങളെ നിങ്ങളിത്? ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് കേട്ടില്ലേ? മാസം 12 ലക്ഷം കിട്ടുന്നവർക്ക് ഒരു 3 മാസം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ലൈഫ് സെറ്റിലാവും. ഇവിടെ പോലുള്ളവർക്ക് ഒരു വീടും വെക്കാം, ബാക്കിയൊക്കെ ഭയങ്കര ഇടാൻ പറ്റും. ഇതുപോലെ അങ്ങ് നടന്നാൽ മതിയല്ലോ. ഇവിടെ നിന്നെ പൂട്ടിക്കാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ട്. അത് ഒരു സസ്പെൻസോടെ അവിടെ ഇരിക്കുകയാണ്. കുറെ ആൾക്കാരൊക്കെ നമ്മൾ വാഴ്ത്താൽ അടിക്കുമെന്നാ പറഞ്ഞത് ടിക്കറ്റ്. ഞാൻ ജീവിക്കുന്നതിന്റെ ഒരു ഇതിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കിനി ഒന്നും നോക്കണ്ട. ഉള്ളപ്പോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത്രയും മുന്നും പിന്നെ നോക്കാൻ എനിക്കില്ല. ഇല്ല, ദുബായിൽ വെച്ച് വിളിച്ചാലല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്ത ഒരു പെട്ടെന്ന് നമുക്കൊരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശല്യിക്കാതെ ഇരുന്നാൽ പോലെ അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും. ഇല്ല, ആരും വിളിച്ചില്ല. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ വീഡിയോസാണ് ഇതൊക്കെ. എനിക്ക് ആകെപ്പാടെ ചിരി വരിക. എന്തായി കാണുന്നേ? നിങ്ങൾക്ക് ചിരി വരുമോ? സത്യമായിട്ടും പറയാമല്ലോ, നമ്മൾ എത്ര വട്ടം അവരുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ മീഡിയക്കാരെ കൊണ്ടുവരുന്നത് ഒരു ഷോർട്ട് ഫിലിം ഇറക്കുവാണെങ്കിൽ. കാരണം എന്തുകൊണ്ട് റീച്ചിന് വേണ്ടിയാണ് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ. എന്ത് ജന്മങ്ങളാണ്, എന്ത് ജന്മങ്ങളാണ്. അതായത് നമ്മളൊരു കാര്യം ഇറക്കുമ്പം ആൾക്കാർക്ക് കാണാനൊരു തുറയുണ്ട്. ഇതെല്ലാം കൊണ്ടതൊക്കെ നശിപ്പിക്കും. അതിൻ്റെ ക്ലൈമാക്സും ട്വിസ്റ്റും എല്ലാം മീഡിയക്കാർക്ക് കൊടുക്കും. ഇറങ്ങിക്കഴിയുമ്പോഴോ ഒന്നും കാണത്തില്ല. പ്രൊമോഷന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കും. എന്തായാലും ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യമാണ്. നമുക്ക് അതങ്ങനെ തന്നെ ചെയ്യാം.
2 ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ കാര്യങ്ങൾ കൊടുക്കും. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.